ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തതിനെതിരെ സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അക്കൗണ്ട് ബ്ലോക്ക് ചെയ്ത സർക്കാർ ഉത്തരവിനെതിരായിട്ടാണ് ദീപ്കെ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ശരത്ലാൽ വിവരങ്ങളുമായി ചേരുന്നു. ശരത്ത്, ഗുഡ് മോർണിംഗ്. അപ്പോൾ അഭിജിത്ത് ദീപ്കെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു, വിവരങ്ങൾ എങ്ങനെയാണ്? ശ്രീലക്ഷ്മി, കോക്രോച്ച് ജനതാ പാർട്ടി ഇപ്പോൾ നേരിട്ട് തന്നെ കോടതിയെ സമീപിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. തങ്ങളുടെ എക്സ് അക്കൗണ്ട് മുമ്പിലെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളും രാജ്യസുരക്ഷ എന്ന പേരിൽ ബ്ലോക്ക് ചെയ്ത നടപടിയാണ് ഇവർ ഡൽഹി ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഏതായാലും കോടതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. നേരത്തെ സുപ്രീം കോടതിയുടെ ഒരു പരാമർശത്തിൽ ചീഫ് ജസ്റ്റിസിന്റെ ഒരു പരാമർശമാണ് ഇത്തരമൊരു പാർട്ടിയിലേക്കും ഇത്തരം മൂവ്മെന്റിലേക്കും നയിച്ചത് എന്ന് നമ്മൾ ഓർക്കണം. അതുപോലെ തന്നെ കോക്രോച്ച് പാർട്ടിക്കെതിരെയുള്ള ഹർജി സുപ്രീം കോടതിയിൽ പെൻഡിങ്ങിലാണ്. ഈ സമയത്താണ് കോക്രോച്ച് പാർട്ടി സ്ഥാപകൻ നേരിട്ട് തന്നെ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ ഹർജി ഇന്ന് പരിഗണനയ്ക്ക് വരും. ഏതായാലും ഈ കാര്യത്തിൽ പുതിയ ഒരു വാദയാനം തുറക്കുകയാണ്. കോടതിയുടെ പരാമർശത്തിന്റെ പേരിൽ രൂപീകരിക്കപ്പെട്ട ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു പാർട്ടി ഇപ്പോൾ കോടതിയെ തന്നെ തങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി കോടതിയെ തന്നെ സമീപിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോഴുള്ള ഒരു വിചിത്രമായ ഒരു സംഭവം. ഏതായാലും ഡൽഹി ഹൈക്കോടതി ഇതിനെ എങ്ങനെ കാണാം എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്, ശ്രീലക്ഷ്മി. അതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ ഈ കേസ് നിലവിലിരിക്കുന്ന സാഹചര്യത്തിൽ ഡൽഹി ഹൈക്കോടതി ഈ കേസും സുപ്രീം കോടതിയിലെ പരിഗണനയ്ക്ക് വിടുമോ എന്നതാണ് നമുക്കിനി അറിയേണ്ടത്, ശ്രീലക്ഷ്മി.